സാനിയ മനോമി, യുവനിരയ്ക്ക് പ്രത്യേകിച്ചും ഡിവൈഎഫ്ഐക്കൊക്കെ വലിയ ഒരു സന്തോഷമൊക്കെ ഉണ്ടാക്കുന്ന തീരുമാനമാണ് വയനാട്ടിൽ നിന്ന് കേൾക്കുന്നത്. കെ റഫീഖിന്റെ സ്ഥാനലബ്ധി അപ്രതീക്ഷിതമായിരുന്നോ? സാനിയോ? അതെ സുജയ, റഫീഖിന്റെ സ്ഥാനലബ്ധി അപ്രതീക്ഷിതം തന്നെയായിരുന്നു എന്ന് വേണം പറയാൻ. അതായത് ാരൻ വയനാട്ടിൽ CPM ജില്ലാ സെക്രട്ടറിയായി CPM നയിച്ചത്. അതിനുശേഷം മൂന്നാമതൊരു തവണ കൂടി CPM ജില്ലാ സെക്രട്ടറിക്ക് അവസരമുണ്ടായിരുന്നു. പക്ഷേ ആ അവസരം കൊടുക്കാതെ CPM കെ റഫീഖിനെ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കുകയായിരുന്നു. കെ റഫീഖ് നിലവിൽ DYFI ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിക്കുകയാണ്. CPM ഇതൊരു പതിവുള്ളതല്ല. DYFI ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ഒരാൾക്ക് CPM ജില്ലാ സെക്രട്ടറി ആവുക അങ്ങനെ ഒരു പതിവ് ഇല്ല. കാരണം താരതമ്യേന പ്രായം കുറഞ്ഞ നേതാവാണ് കെ റഫീഖ്. 35 വയസ്സ് മാത്രമാണ് കെ റഫീഖിന്റെ പ്രായം. അതുകൊണ്ട് തന്നെ ഇതൊരു CPMന്റെ പതിവല്ല. പക്ഷേ ഇതൊരു അത്ഭുതപ്പെടുത്തുന്ന തീരുമാനമാണ്. അതിന് കാരണമെന്ന് പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ കെ റഫീഖ് വയനാട്ടിൽ നടത്തിയ പ്രവർത്തനങ്ങൾ തന്നെയാണ് എന്നതിൽ സംശയമില്ല. കാരണം വയനാട്ടിലെ യുവാക്കളെ അടക്കം ഏകോപിപ്പിച്ചുകൊണ്ട് വലിയ പ്രവർത്തനങ്ങൾക്ക് അവിടെ നേതൃത്വം നൽകുന്ന ഒരു തരത്തിലേക്ക് കെ റഫീഖ് പോയിരുന്നു. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ കെ റഫീഖിനെ ഇത്തരത്തിൽ CPM ജില്ലാ സെക്രട്ടറി ആയി തന്നെ തീരുമാനിക്കുന്നതെന്നാണ്. മാത്രവുമല്ല, വയനാട്ടിൽ ചില വിഭാഗീയതയുടെ ചില സ്വരങ്ങൾ ഉണ്ടായിരുന്നു. അത്തരത്തിലെല്ലാം കാര്യങ്ങളും അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് സർവ്വസമ്മതനായ ഒരു ജില്ലാ സെക്രട്ടറിയെ തന്നെ തെരഞ്ഞെടുക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കെ റഫീഖ് എല്ലാ വിഭാഗത്തിനും വളരെ പരിചിതനായ ആൾ മാത്രമല്ല, എല്ലാ വിഭാഗത്തിനും മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് സാനിയ മനോമി വയനാട് ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ അമരക്കാരനാണ്. ഈ കഴിഞ്ഞ 2 ദിവസം മുന്നേ അല്ലേ അവിടെ മലപ്പുറത്തെ തകർത്തുകൊണ്ട് കിരീടം സ്വന്തമാക്കിയതും റഫീഖിന്റെ സാന്നിധ്യത്തിലായിരുന്നു. അപ്പോൾ പല മേഖലകളിലും ഒരു പ്രാതിനിധ്യം വഹിക്കുന്ന എല്ലാവർക്കും പരിചിതനായ ഒരാൾ ജില്ലാ സെക്രട്ടറി ആകുന്നത് പാർട്ടിക്ക് ഗുണകരമാകും എന്ന ഒരു തിരിച്ചറിവ് കൂടി ഈ തീരുമാനത്തിന് പിന്നിൽ ഉണ്ടാകാം അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. സുജയ പറഞ്ഞ ആ കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാൻ വരികയായിരുന്നു. അതായത് ഫുട്ബോൾ അസോസിയേഷനെയൊക്കെ വളരെ ചടുലമായി മുന്നോട്ട് നയിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് എല്ലാ വിഭാഗത്തിനും വളരെയധികം പ്രധാനപ്പെട്ട ഒരു നേതാവ്, അല്ലെങ്കിൽ എല്ലാ വിഭാഗത്തിനെയും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാൾ എന്ന നിലയ്ക്കാണ് കെ റഫീഖിന് ഇത്രയും വലിയൊരു സ്ഥാനം പാർട്ടി നൽകുന്നത് എന്നുള്ളതാണ്. അത് കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനങ്ങളുടെ തന്നെ ഒരു മികവ് തന്നെയായിരിക്കും. കാരണം പ്രളയ സമയത്തടക്കം നമ്മൾ കെ റഫീഖിന് പലയിടങ്ങളിലായി ഈ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി കണ്ടിരുന്നു. മാത്രവുമല്ല, നിലവിലെ ജില്ലാ സെക്രട്ടറി P. ഗഗാറിന് അല്പം എതിർപ്പ് പല കോണുകളിൽ നിന്നും ഉണ്ടായിരുന്നു എന്നതാണ്. അത്രയും സർവ്വസമ്മതനായ ഒരു ജില്ലാ സെക്രട്ടറി ആയിരുന്നില്ല P. ഗഗാറിന് എന്നൊരു ആരോപണവും നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതിന്റെയൊക്കെ ഭാഗമായാണ് ഇപ്പോൾ P. ഗഗാറിനെ മാറ്റിയിരിക്കുന്നത്. സാധാരണ CPMൽ അത്തരത്തിലൊരു നീക്കം സാധാരണമല്ല. കാരണം 3 ടേമിൽ ജില്ലാ സെക്രട്ടറി ആകാനുള്ള അവസരം സ്വാഭാവികമായും എല്ലാവർക്കും കൊടുക്കാറുണ്ട്. അതിനുശേഷം മാത്രമേ ജില്ലാ സെക്രട്ടറിയെ മാറ്റുകയുള്ളൂ. ഇപ്പോൾ P. ഗഗാറിനെ മാറ്റിയത് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ എന്താണെന്ന് നമുക്ക് വ്യക്തമല്ല. പക്ഷേ P. ഗഗാറിനെ മാറ്റിയത് ഒരു അതൃപ്തി മൂലം തന്നെയാണെന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഏതായാലും കെ റഫീഖിനെ ജില്ലാ സെക്രട്ടറി ആക്കുമ്പോൾ പുതിയൊരു സന്ദേശം കൂടി CPM നൽകുകയാണ്. യുവാക്കൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകുന്നു. മാത്രവുമല്ല, എല്ലാ രംഗത്തും പ്രവർത്തിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് കെ റഫീഖിന് സർവ്വസമ്മതനാണ് അദ്ദേഹം എന്നുള്ളതാണ് ഇപ്പോൾ CPM കണ്ടിരിക്കുന്ന ഒരു പോസിറ്റീവ് കാര്യം എന്ന് പറയുന്നത്. മുതിർന്ന നേതാക്കൾ തന്നെ പങ്കെടുത്ത ജില്ലാ സമ്മേളനത്തിലാണ് മറ്റ് മത്സരങ്ങളോ അല്ലെങ്കിൽ മറ്റ് വാദപ്രതിവാദങ്ങളോ ഒന്നുമില്ലാതെ തന്നെ കെ റഫീഖിനെ ജില്ലാ സെക്രട്ടറി ആയി തെരഞ്ഞെടുത്തത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. PK ശ്രീമതി വിജയരാഘവൻ അടക്കമുള്ള ആളുകൾ പങ്കെടുത്ത ജില്ലാ സമ്മേളനമാണ്. മുതിർന്ന നേതാക്കൾ തന്നെയാണ് ജില്ലാ സമ്മേളനത്തിലടക്കം പങ്കെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഏതായാലും വലിയ തീരുമാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെയാണ് കാണേണ്ടത്. അതായത് ഒരു യുവാവായ ഒരാളെ ഇത്തരത്തിൽ 35 വയസ്സ് മാത്രം പ്രായമുള്ള ഒരാളെ സമകാലികമായി ഈ അടുത്ത കാലത്തൊന്നും ജില്ലാ സെക്രട്ടറി ആക്കുന്ന ഒരു പ്രവർത്തനം CPMൽ ഉണ്ടായിരുന്നില്ല. നല്ല അനുഭവ സമ്പത്തും മറ്റും ഉണ്ടായിരുന്ന ആളുകളെയാണ്. അത്തരത്തിൽ അനുഭവ സമ്പത്തും ഉള്ള ഒരാൾ എന്ന നിലയ്ക്ക് തന്നെയാണ് കെ റഫീഖിനെ ഇപ്പോൾ CPM വയനാട് ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അവസാനിപ്പിക്കുക, ആളുകളെ ചേർത്ത് കൊണ്ടുപോവുക, പ്രത്യേകിച്ചും ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തശേഷം പുനരധിവാസം അടക്കം ഒരുപാട് കാര്യങ്ങൾ സർക്കാരിന് അവിടെ ചെയ്തു തീർക്കാനുണ്ട്. സർക്കാരിനെതിരായ പ്രതിഷേധങ്ങൾ വരികയാണെങ്കിൽ അതിനെ ചെറുക്കുക, എല്ലാ കാര്യങ്ങൾക്കും ഒരു ഏകോപനം അവിടെ ഉണ്ടാകേണ്ടതുണ്ട്. അതിനെല്ലാം കഴിയുന്നയാൾ എന്ന രീതിയിലാണോ റഫീഖിന്റെ പേരിലേക്ക് CPIM എത്തുന്നത്? സാനിയോ?
അതെ, അങ്ങനെ അതുകൂടി കണക്കിലെടുത്തായിരിക്കണം. കാരണം ഈ ചൂരൽമല ദുരന്തത്തിലെ ഈ പ്രവർത്തനങ്ങളടക്കം, ദുരിതാശ്വാസ പ്രവർത്തനങ്ങളടക്കം വലിയ വീഴ്ചയുണ്ടായി എന്നുള്ളതിൽ CPM-നകത്തും ചില തീരുമാനങ്ങൾ, ചില ആലോചനകൾ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഏകോപിപ്പിക്കാൻ കഴിയുന്നതിലൊക്കെ ചില വീഴ്ചകൾ അവിടെ പാർട്ടിക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ ഒരു പരാജയവും ഒപ്പം വിഭാഗീയ പ്രവർത്തനങ്ങളും കൂടിയായപ്പോൾ നേതൃത്വത്തിന് ഒട്ടും അഭിമതനായിരുന്നില്ല പി ഗഗാറിൻ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഇപ്പോൾ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി പകരം കെ റഫീഖിനെ പോലെ ചടലനായ ഒരു നേതാവിനെ അവിടെ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം യുവാക്കൾക്ക് മാത്രമല്ല, ഈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ടടക്കം വലിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഒരു ഡിവൈഎഫ്ഐ നേതാവ് കൂടിയാണ്. ഒരു ഡിവൈഎഫ്ഐ നേതാവ് എന്നുള്ളതിനപ്പുറത്തേക്ക് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ഏകോപിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു റഫീഖ് എന്നുള്ളതാണ്. തീർച്ചയായും റഫീഖിന് ഇങ്ങനെ ഒരു ചുമതല നൽകുന്നത് 35 വയസ്സുള്ള ഒരാളെ ഒരു ജില്ലയുടെ ചുമതല ഏൽപ്പിക്കുന്നതിലൂടെ CPIM യുവനിരയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകാൻ പോകുന്നു എന്നത് ഇനി അങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ ഊർജ്ജത്തോടെ മുന്നോട്ട് പോകാൻ അവർക്കൊരു പ്രേരണയാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതാണിപ്പോൾ പാർട്ടി ലക്ഷ്യമിടുന്നത് എന്ന് വേണം വ്യക്തമാക്കാൻ. 35-കാരനായ കെ റഫീഖിനെ വയനാട് ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തിരിക്കുകയാണ് CPIM.